ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ മിനി വ്ലോഗ് ബൈ സിലീഷ്യ ആൻഡ് സിലീഷ്യാസ് മമ്മ. നമ്മളിത് എവിടെയാണെന്നറിയോ? ഗോദ്രേജ് റിസർവാണ്. അപ്പോൾ അവിടെ നമ്മൾ കുറേ വാട്ടർ ആപ്പിൾസ് പറിക്കാൻ പറ്റി. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇതിന് ചാമ്പയ്ക്ക എന്ന് പറയും. അപ്പോൾ ഇത് സീസൺ ആയതുകൊണ്ട് ഒരുപാട് ചാമ്പയ്ക്ക പറിക്കാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ചാമ്പയ്ക്ക കൊണ്ട് ഒരു ജാം ഉണ്ടാക്കാനാണ് പ്ലാന്. അപ്പോൾ എല്ലാ ചാമ്പയ്ക്കയും കൂടി ഞാനൊരു ബാസ്ക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. വാട്ടർ ടാപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് ഓരോ ചാമ്പയ്ക്കും അതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നെ അതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡ് കട്ട് ചെയ്തിട്ട് പകുതിയാക്കി മുറിച്ചെടുക്കണം. എന്നിട്ട് ഒരു മിക്സി ജാറിലോട്ട് മാറ്റിയിട്ട് അത് നന്നായി അരച്ചെടുക്കണം. അപ്പോൾ അരച്ചതിന് ശേഷം അത് ഇങ്ങനെ ഇരിക്കും കാണാനായിട്ട്, പിങ്ക് കളറിൽ. എന്നിട്ട് ഇത് 2 ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. അതൊരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് മാറ്റിയെടുക്കുക. കുറച്ച് ഡീപ്പായിട്ടുള്ള നോൺ സ്റ്റിക്ക് പാനായിരിക്കും നല്ലത്. അപ്പോൾ നന്നായി ഇങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളുണ്ട്, വെട്ടി തിളയ്ക്കണ പോലെ. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പരിപാടി എന്ന് വെച്ചാൽ ഇത് വരട്ടിയെടുക്കലാണ്. അത് ഫുൾ എവാപ്പറേറ്റ് ആയിട്ട് വരണം വെള്ളമൊക്കെ. അപ്പോൾ അത് കുറച്ച് എവാപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല, നല്ല മധുരം ഉണ്ടായിരുന്നു. ലാസ്റ്റിൽ ഞാൻ 4 സ്പൂൺ ഷുഗർ ആഡ് ചെയ്തു, ആ ജാമിലെ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ ലാസ്റ്റിലെല്ലാം ഷുഗറൊക്കെ ആഡ് ചെയ്ത് എല്ലാം വരട്ടി വന്നതിന് ശേഷം ഇങ്ങനെ ഇരിക്കും ജാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ചാമ്പയ്ക്ക ജാം? നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. Thank you for watching the mini vlog.